ഹായ് ഫ്രണ്ട്സ്, ഷാജാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മത്തൻ്റെ ഇല കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കുകയാണ്. വളരെ സ്വാദിഷ്ടമായ മത്തയില തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് വീഡിയോയിൽ കൂടി കാണാം. വരൂ, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. മത്തൻ്റെ കിളുന്ന് നാമ്പുകൾ മുറിച്ചെടുക്കുകയാണ്. കിളുന്ന ഇലകളും മുറിച്ചെടുക്കുന്നു. ഈ കിളുന്ന നാമ്പും കിളുന്ന ഇലയും മാത്രമേ തോരനുണ്ടാക്കാൻ കൊള്ളത്തുള്ളൂ. മൂത്ത ഇലയൊന്നും തോരനുണ്ടാക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് കിളുന്ന് മാത്രമാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. കത്തി വേണമെന്നില്ല, കൈകൊണ്ട് ഒടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ കത്തി ഉപയോഗിച്ചു എന്ന് മാത്രം. ഇങ്ങനെ അതിൻ്റെ നാമ്പ് അല്ലെ കിളുന്ന ഇലയും കിളുന്ന നാമ്പും കണ്ടിച്ചെടുക്കുകയാണ്, മുറിച്ചെടുക്കുകയാണ്. എന്നിട്ടത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സാധാരണ തോരനൊക്കെ അരിയുന്ന പോലെ, പയർ തോരനൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു തോരനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. മറ്റേത് ഇലത്തോരനെക്കാട്ടിലും വളരെ സ്വാദിഷ്ടമായ ഒരു ഇലത്തോരനാണ് മത്ത ഇല തോരൻ. വളരെയേറെ വിറ്റാമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ളതാണിത്. ഈ മത്തയില തോരനുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേറെ യാതൊരുവിധ കറികളും ആവശ്യമില്ല. അത്രയ്ക്കും ടേസ്റ്റായിട്ടുള്ള ഒരു തോരനാണ് മത്തയില തോരൻ. പംകിൻ ലീഫ് തോരൻ. നമ്മൾ അതിൻ്റെ ഇലകളും തണ്ടും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. കത്തി ഒന്ന് തൊട്ടാൽ മതി, അപ്പോൾ തന്നെ മുറിയും. വലിയ ബലമൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. വളരെ സ്മൂത്തായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ഒരു ഇലയാണ് മത്ത ഇല. അതിൻ്റെ കിളുന്ന നാമ്പും കിളുന്ന ഇലയുമാണ് നമ്മൾ തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇലകളെല്ലാം അങ്ങനെ അരിഞ്ഞ് കഴിയാറായി. അതിനുശേഷം നമുക്കൊരു സവാള ചെറുതായിട്ട് അതിലോട്ട് അരിഞ്ഞിടാം. ഒരു സവാള മതി. ഇനി രണ്ടെണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല, അതിൽ കൂടുതൽ ആവശ്യമില്ല. അതും ചെറുതായിട്ട് നമ്മൾ ആ മത്തയില അരിഞ്ഞതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള മത്തയില തോരൻ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. സവാള അരിഞ്ഞ് കഴിയാറായി. അത് അരിഞ്ഞ് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു 4 പച്ചമുളക്, അരമുറി തേങ്ങ, ഒരു 2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 7 അല്ലി വെളുത്തുള്ളി എന്നിവ മിക്സിയിലോട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അരയ്ക്കണ്ട, ചതഞ്ഞ് കിട്ടിയാൽ മതി. നമ്മൾ
ഈ ഐറ്റങ്ങളെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. മിക്സിക്കകത്തിട്ട് മത്തയില തോരൻ വെക്കാനായിട്ട് നമുക്കൊരു ഉരുളി അടുപ്പിലോട്ട് വെക്കാം. അതിന് ശേഷം ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഉരുളിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായ ശേഷം ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിരിക്കുന്നു. കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഉരുളിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. സവാള മൂത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കറിവേപ്പില ഒരു 3 കണ്ട് കറിവേപ്പില അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും മൂത്ത ശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും മത്തനിലയും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, വെളുത്തുള്ളി, ജീരകം എന്നിവ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കുക. ചെറിയ തീ മതി, അധികം തീയായി പോകരുത്. നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ അത് 5 മിനിറ്റ് അടച്ചു വയ്ക്കും. വെള്ളം ഒഴിക്കേണ്ട, ആവി കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മത്തയില തോരൻ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മത്തയില തോരനുണ്ടെങ്കിൽ യാതൊരുവിധ കറിയും ആവശ്യമില്ല. ഒന്നുകൂടെ നമുക്ക് ഒന്ന് കൂട്ടി വയ്ക്കാം. 5 മിനിറ്റ് മതി. ഇത് അരിഞ്ഞ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മത്തയിലക്കകത്ത് തന്നെ ആവശ്യത്തിന് ഇത് വേവാനുള്ള വെള്ളം അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ മത്തയില തോരൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമുക്കിനി അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ മത്തയില തോരൻ. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.